എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഇപ്പോ ആ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂഫിയുടെ ഒരേ ഒരു ലക്ഷ്യം എത്രയും വേഗം സാഞ്ചിയെ കണ്ടെത്തുക എന്നതാണ്. ആ പിട്ടോ വില്ലെത്തി അവളുടെ കരുക്കൾ നീക്കുന്നതിന് മുൻപ് അവനെ കണ്ടെത്തി രക്ഷിക്കണം. അതിന് ലൂഫി ആണെങ്കിൽ സാഞ്ചിയുടെ പേരൊക്കെ വിളിച്ചു കാറി അവന്റെ മുൻപിൽ കാണുന്നതും കയ്യിൽ കിട്ടുന്നതുമായിട്ടുള്ള എല്ലാവരെയും തല്ലിക്കൊന്ന് മുൻപോട്ടേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോഴാണെങ്കിൽ ഒരു താടിക്കാരൻ ജയന്റ് എല്ലാവരെയും മാറ്റി നിർത്തി ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവന്റെ നേർക്ക് വരികയാണ്. ലൂഫി ആണെങ്കിൽ അവനെ കാണേണ്ട താമസം അവനോട് ചോദിക്കും, എന്റെ ഫ്രണ്ട് സാഞ്ചിയെ അവനെ നീ ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? അതിനാ ജയന്റ് ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് പറയും, എന്നെ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഞാനും എന്റെ ബ്രദറും ചേർന്നാണ് കുറച്ചു മുൻപേ നിന്നെ അച്ചറം പൊച്ചറ ഇടിച്ചത്. ലൂഫിക്കാണെങ്കിൽ അപ്പോഴായിരിക്കും അവനെ ഓർമ്മ വരിക. ലൂഫി ഫുൾ കലിപ്പില് പല്ല് കടിച്ച് കൈ ചുരുട്ടി അവൻ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. കട്ട് ചെയ്താ ഇവിടെ റയിച്ചു. അവളാണെങ്കിൽ സാഞ്ചിയോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് നീ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ ബ്രദേഴ്സ് അവര് വളരെ ബാഡായിട്ടുള്ള ആൾക്കാരാണ്. സോ അവർക്ക് എന്ത് സംഭവിച്ചാലും അത് അവര് ഡിസർവ് ചെയ്യുന്നത് തന്നെയാണ്. മാത്രമല്ല നിന്റെ ഷെഫ് ക്യാപ്റ്റനെയും ഫ്രണ്ട്സിനെയും ബിഗ് മോം ഒന്നും ചെയ്യില്ല. അവർക്ക് ആവശ്യം നമ്മുടെ സയന്റിഫിക് ടെക്നിക്സും സോൾജിയേഴ്സിനെയുമാണ്. വേണമെങ്കിൽ അവരെ ഹോസ്റ്റേജ് ആക്കി ഉപയോഗിച്ച് നിന്നെ പ്രഷർ ചെയ്ത് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാം. അതല്ലാതെ അവരെ കൊണ്ട് വേറെ യാതൊരു യൂസും ഇല്ല. ഞങ്ങൾ എല്ലാവരും അസാസിനേറ്റേഴ്സ് ആണ്. സോ ഞങ്ങൾ മരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ സാഞ്ചിക്കാണെങ്കിൽ റേച്ചുവിനെ കൈവിടാൻ തോന്നില്ല. കാരണം റേച്ചുവിനും അല്പം ഹ്യൂമാനിറ്റി ഉണ്ട്. അതേസമയം പെട്രോയെ കാണിക്കും. പെട്രോ ആണെങ്കിൽ ആ ടമഗോയെ അറ്റാക്ക് ചെയ്തതിൽ അവന്റെ എക്സ് സെല്ല് അത് പുറത്തു വന്നു. അതുപയോഗിച്ച് അവൻ വീണ്ടും വീണ്ടും റീജനറേറ്റ് ആവുകയാണ്. അവന്റെ പവർ അതാണ്. അവന്റെ എക്സ് സെല്ല് ഉപയോഗിച്ച് അവന് വീണ്ടും വീണ്ടും പുതുതായിട്ട് റീജനറേറ്റ് ആയി അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പെട്രോയ്ക്കാണെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ടമഗോയുടെ പവർ അത് എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ബ്രൂക്കിനെ കാണിക്കും. അവന്റെ തൊട്ട് മുൻപിൽ ആ ബിഗ് മോം അവൾ അങ്ങനെ നിന്ന് അട്ടഹസിക്കുകയാണ്. മാത്രമല്ല ബ്രൂക്കിന് ചുറ്റും തീ ആളി പടർന്നുകൊണ്ടേയിരിക്കും. നല്ല ഫോഴ്സിൽ തീ ആളി പടരാനായിട്ട് തുടങ്ങും. പക്ഷെ ബ്രൂക്ക് ആണെങ്കിൽ അതിലൊന്നും പരാജയപ്പെടാൻ തയ്യാറാവില്ല. എന്റെ ദൗത്യം അത് തീർച്ചയായിട്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ആ പോണോക്ലിഫിന്റെ ഒരു ഫോട്ടോ അതെനിക്ക് കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ ആയുധങ്ങളൊക്കെ വെച്ച് നല്ല ഫോഴ്സിൽ അറ്റാക്ക് ചെയ്യും. അവൻ ഒരുപാട് നേരം അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവന് ബിഗ് മോമിന്റെ ഏഴയലത്തെത്താൻ കഴിയില്ല. അവളുടെ 2 അസിസ്റ്റൻസ് ചേർന്ന് സിമ്പിളായിട്ട് അവൻ തടഞ്ഞു വെക്കുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ ആ 2 വില്ലന്മാരെ തട്ടിത്തെറിപ്പിച്ച് അവന്റെ സ്ക്വാഡുമായി ബിഗ് മോമിനെ ആഞ്ഞു വെട്ടും. അടുത്ത നിമിഷം സീൻ കട്ട് ചെയ്ത് പെട്രോയെയും ടമഗോയെയും കാണിക്കും. ടമഗോ ആണെങ്കിൽ എയർ ലെവലിൽ ഫൈറ്റ് ചെയ്ത് പെട്രോയുടെ സ്ക്വാഡ് അത് തട്ടിത്തെറിപ്പിക്കുകയാണ്. പെട്രോ ഓടി വന്ന് ആ സ്ക്വാഡ് എടുത്ത് ടമഗോയെ ആഞ്ഞു വെട്ടും. അടുത്ത നിമിഷം അവന്റെ മുട്ടയുടെ ഉണ്ണി അത് പുറത്തേക്ക് വന്ന് വീണ്ടും അവൻ റീജനറേറ്റ് ആയി പെട്രോയായിട്ട് ഫൈറ്റ് ചെയ്യും. ആ ഗ്യാപ്പില് ടമഗോയുടെ അസിസ്റ്റൻസ് അവരാണെങ്കിൽ വമ്പൻ ആയുധങ്ങളൊക്കെ ആയിട്ട് പെട്രോയുടെ അടുത്തേക്ക് ഓടി അടുക്കും. പെട്രോ മറ്റൊന്നും നോക്കില്ല. അവന്റെ ആ കോട്ട് തുറന്ന് ഒരു പറ്റം കൊച്ചു കൊച്ചു ബോംബുകൾ പുറത്തേക്ക് എടുക്കുകയാണ്. അത് കണ്ട് അവർ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ നിന്ന് പോകും. പെട്രോ ആണെങ്കിൽ ഒരു സൈഡിൽ കിടക്കുന്ന ടമഗോയെ നോക്കും. അവൻ ഇത്തവണ റീജനറേറ്റ് ആയ അവന്റെ പവർ അത് ഇരട്ടിയാവും. ഇവരെ എല്ലാവരെയും തകർത്ത് ആ ടമഗോയെ അവനെ ഇവിടെ വെച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല എങ്കിൽ വലിയ അപകടം തന്നെയാണ്. പെട്രോ ആണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ ആ ഒരു ബോംബ് അതിന് തീ കൊടുത്ത് അവർക്ക് നേരെ വലിച്ചെറിയും. ടമഗോ അവനൊരു ബേർഡായി റീജനറേറ്റ് ചെയ്ത് അവിടുന്ന് പറന്ന് രക്ഷപ്പെട്ടു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫി അവനാണെങ്കിൽ അവന്റെ ഫുൾ പവറിൽ ആ ജയന്റിനെ ആഞ്ഞെട്ടിക്കും. പക്ഷെ ആ ജയന്റ് ആണെങ്കിൽ ഓർണമെന്റ് ഓക്കി പവർ ഉപയോഗിച്ച് അവന്റെ ബോഡി അത് കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റും. സോ ലൂഫി എത്രയൊക്കെ ഇടിച്ചിട്ടും അവന്റെ ബോഡിക്ക് ഒന്നും സംഭവിക്കില്ല. ലൂഫി ആണെങ്കിൽ മറിച്ചൊന്നും ചിന്തിക്കാതെ അവന്റെ സെക്കൻഡ് ഗിയറിലേക്ക് പോയി വില്ലനെ ആഞ്ഞടിച്ച് അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. സത്യം പറയും, എന്റെ ഫ്രണ്ട് സാഞ്ചി അവൻ എവിടെയുണ്ട്? ലൂഫി ആണെങ്കിൽ അവന്റെ കഴുത്തിൽ കുത്തി പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവന് ഒന്നും തന്നെ സംസാരിക്കാനായിട്ട് കഴിയില്ല. അതേസമയം ഇവിടെ ബ്രൂക്ക് അവനാണെങ്കിൽ വലിയ എന്തോ ഒരു കാഴ്ച കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അവൻ കണ്ട കാഴ്ച അത് മറ്റൊന്നുമല്ല. അവൻ അത്രയും സ്ട്രെങ്ത് എടുത്ത് അവന്റെ സ്ക്വാഡ് കൊണ്ട് ബിഗ് മോമിനെ ആഞ്ഞു വെട്ടി. പക്ഷേ ബിഗ് മോമിന്റെ ബോഡിയിൽ ചെറിയൊരു സ്ക്രാച്ച് പോലും ആ സ്ക്വാഡ് കൊണ്ട് വീണിട്ടില്ല. അവളുടെ സ്കിന്ന് അത് അത്രമാത്രം ഹാർഡാണെന്ന് നമ്മുടെ ബ്രൂക്ക് തിരിച്ചറിയും. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ബ്രൂക്കിനെ കൊണ്ട് കൊല്ലാൻ പറ്റും? ബിഗ് മോം ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. നൈസായിട്ട് ഒരു ഞോണ്ട് വെച്ച് കൊടുക്കും. ആ ഒരു ചെറിയ തോണ്ടില് അവനങ്ങനെ തെറിച്ചു പോയി സ്റ്റിക്കറായിട്ട് ചുമരിൽ നിൽക്കുകയാണ്. ഉടനെ ആ സണ്ണും ക്ലൗഡും അവറ്റകൾ രണ്ടും ചേർന്ന് ഇപ്പൊ ബ്രൂക്കിനെ അച്ചറം പൊച്ചറ ഇടിക്കും. കാലി കയറിയ ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ സണ്ണിനെ ആഞ്ഞു വെട്ടും.
അത് കണ്ട ബിഗ് മോം അവൾ അങ്ങനെ നല്ല സ്പീഡിൽ വന്ന് ബ്രൂക്കിനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഒരുപാട് വേദനയിൽ ബ്രൂക്ക് നിലവിളിക്കും. മറ്റൊരു ഭാഗത്ത് സ്മൂത്തിയുടെ അടുത്തേക്ക് ഒരു അസിസ്റ്റന്റ് വന്ന് ജിംബയുടെ കാര്യം പറയും. ജിംബൈ അവൻ നമുക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു, അവൻ ആ ലൂഫിയൻ ടീമിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുകയാണ്. സ്മൂത്തിയാണെങ്കിൽ മറിച്ചൊന്നും ചിന്തിക്കാതെ അവരുടെ എല്ലാ സോൾജിയേഴ്സിനോടും അവിടേക്ക് എത്താനായിട്ട് പറയും. അതുമാത്രമല്ല, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അതൊരു കാരണവശാലും ബിഗ് മോമിനോട് പറയാൻ പാടില്ല എന്ന് അവൾ തീർത്തു പറയും. കാരണം ഇവനാണ് എല്ലാ ഇൻഫർമേഷനും ബിഗ് മോമിന് പാസ് ചെയ്യുന്ന ആള്. ഇപ്പോ ഈ കാര്യങ്ങൾ ബിഗ് മോം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഐലാൻഡ് തന്നെ അവൾ നശിപ്പിക്കും. അതോടുകൂടെ നാളത്തെ ടീ പാർട്ടി അത് കൊളാവും. സോ നമുക്ക് തന്നെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഇപ്പൊ അവരെല്ലാവരും ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിന് താഴെയാണ്. സോ ബാക്കിയുള്ള ഫ്ലോറുകൾ അത് എത്രയും പെട്ടെന്ന് ലോക്ക് ചെയ്യണം. അവരൊരു കാരണവശാലും മുകളിലേക്ക് കയറി വരാനോ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പാടില്ല. നമ്മളെ കൊണ്ട് അവരെ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ജീവനോടുകൂടെ ഇവിടുന്ന് രക്ഷപ്പെടരുത്. എല്ലാറ്റിനെയും നമ്മൾ തന്നെ തല്ലിക്കൊല്ലൂന്ന് പറഞ്ഞ് അവരെങ്ങനെ ടെററായിട്ട് പ്ലാൻ ചെയ്ത് നമ്മുടെ ആൾക്കാരെ നശിപ്പിക്കാൻ ഓടുകയാണ്. അവരങ്ങനെ പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന അതേ സമയം തന്നെ ഫ്ലോറുകളിലെ ഓരോരോ ഗേറ്റുകളായിട്ട് ക്ലോസ് ആവാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഇവിടെ ബിഗ് മോം അവളും അവളുടെ അസിസ്റ്റൻസും ചേർന്ന് ഒരുപാട് നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിൽ ഇപ്പൊ ബ്രൂക്കിനെ അവൾ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ബിഗ് മോമിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ഇത്രയും പേര് അവൻ അറ്റാക്ക് ചെയ്തിട്ടും അവന് ജീവൻ നഷ്ടമായിട്ടില്ല. പക്ഷെ എന്താ, അവന്റെ കുറെ എല്ലുകളൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ബ്രൂക്കിന്റെ ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ അത് അവൾ വലിച്ചു കയറി അവളുടെ കയ്യിൽ അവനങ്ങനെ ചുരുട്ടി പിടിക്കും. അതിനുശേഷം അവളുടെ അസിസ്റ്റൻസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, നീ ഇത് കണ്ടോ, ഇവർക്ക് 3 പേർക്ക് നല്ല പവറാണ്, നിന്നെ കൊണ്ട് ഒരിക്കലും അവരെ ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിക്കാനാവില്ല. അവൾക്കാണെങ്കിൽ ബ്രൂക്കിനെ ഒരുപാട് ഇഷ്ടാവും. അവൾ ബ്രൂക്കിനെ അരിച്ചു പെറുക്കും, അവൻ എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്നറിയാനായിട്ട്. അവൾ ബ്രൂക്കിനോട് പറയും, എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇന്നു മുതൽ നീയാണ് എൻ്റെ പെറ്റ്. സോ ഒരു കാരണവശാലും ഇനി നീ കുരുത്തക്കേടൊന്നും ഉണ്ടാക്കരുത്. പോണോഗ്ലിഫ്, ടമട്ടേഡ് ബോക്സ് അതൊന്നും നീ അടിച്ചു മാറ്റാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവനെ തലോടുകയാണ്. ഇനി ആ റാഫ്റ്റിലേക്ക് പോകുന്ന ആള് അത് ഞാൻ മാത്രമായിരിക്കും. കോൾഡ് ഡി റോജറിനെ പോലെ ഇനി ആരും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവള് ബ്രൂക്കിനെ നോക്കി കളിയാക്കി ചിരിക്കുമ്പോഴായിരിക്കും പുട്ടിങ് അവിടേക്ക് വരിക. അവളാണെങ്കിൽ പുട്ടിങ്ങിനെ കണ്ട്, എന്തു പറ്റി, നിന്റെ തേർഡായി അത് ഓപ്പൺ ആയോ? അത് കേട്ട് പുട്ടിങ് ആണെങ്കിൽ അവളുടെ അമ്മയെ നോക്കി ചിരിക്കും. ബിഗ് മോം ആണെങ്കിൽ പുട്ടിങ്ങിനോട് പറയും, എനിക്ക് സത്യത്തിൽ നിന്റെ ആ തേർഡായി പവർ അത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അപ്പം നിന്നെ കാണാൻ ഒരല്പം ക്രീപ്പി ആയിരിക്കും എന്ന് പറയും. ഇത് കേട്ട് ബ്രൂക്ക് അവൻ കഷ്ടപ്പെട്ട് ടേൺ ചെയ്ത് അവളെ നോക്കുകയാണ്. പുട്ടിങ് ആണെങ്കിൽ ബ്രൂക്കിനെ കണ്ട് വണ്ടർ അടിക്കും, ഇവരെങ്ങനെ ഇവിടം വരെ എത്തിയും ചിന്തിക്കും. അതിനുശേഷം അവള് ബിഗ് മോമിനോട് അവളുടെ റൂമിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടും. എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. മറ്റൊരു ഭാഗത്ത് ലൂഫി ആണെങ്കിൽ ആ ജയന്റിന്റെ കഴുത്തിൽ പിടിച്ച് അമർത്തി സാഞ്ചി എവിടെ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ റേച്ചു ആണെങ്കിൽ നമ്മുടെ സാഞ്ചിയോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. നിന്റെ കയ്യിലുള്ള ആ ഒരു ചെയിനെ ഓർത്ത് നീ പേടിക്കേണ്ട ആവശ്യമില്ല, അത് ആക്ച്വലി ഫേക്ക് ആണ്. റിയൽ ചെയിൻ ഞാൻ നിന്റെ കയ്യിലിടുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചെയിൻ ചെയ്ത് ഒരു ഫേക്ക് ചെയിനാണ് നിന്റെ കയ്യിലിട്ടത്, അതുകൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിക്കില്ല. നിനക്കിപ്പോൾ പ്രധാനപ്പെട്ടത് നിന്റെ ഫ്രണ്ട്സ് മാത്രമാണ്, അവരെ നീ ഒരു കാരണവശാലും കൈവിടാനായിട്ട് പാടില്ല. അവരുമായിട്ട് എത്രയും വേഗം നീ രക്ഷപ്പെട്ടു പോകണം. അത് കേൾക്കുമ്പോഴായിരിക്കും സാഞ്ചി നമ്മുടെ ആൾക്കാരെ കുറിച്ച് ആലോചിക്കുക. കട്ട് ചെയ്ത ലൂഫി അവനെ കൊണ്ട് ഒട്ടും ആരോഗ്യമില്ലാഞ്ഞിട്ടും അവൻ അവിടെ ഉണ്ടായിരുന്ന വില്ലന്മാരോട് എല്ലാവരോടുമായിട്ട് അച്ചറം പൊച്ചറം ഫൈറ്റ് ചെയ്യുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.